അപ്പോഴേ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒരു 5 മിനിറ്റിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു നേപ്പാൾ ഡിഷുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. ഇത് ആലൂക്കോ പിക്കിളിനോ ആലൂക്കോ അച്ചാറിനോ അല്ലെങ്കിൽ ഉരുളക്കിഴങ്ങിന്റെ അച്ചാറിനോ ഒക്കെ പറയാൻ പറ്റും. ഒരു 5 മിനിറ്റിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ ഞാനിത് കഴിച്ചിട്ടുള്ളത് അവലിന്റെ കൂടെയോ, അവലില്ലേ നമ്മുടെ, അതിനോടൊപ്പം കഴിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും. അതിന് വേണ്ട ഐറ്റംസ് ആണ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, കുക്കുംബർ, പച്ചമുളക്, ഒരു ചെറിയ പീസ് നാരങ്ങ, ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചേക്കുന്നത്, പിന്നെ വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, കടുക്, ഉപ്പ്, എണ്ണ. ഇത്രേ ആയിട്ടുള്ളൂ. ഈ എണ്ണയിൽ മാത്രം മസ്റ്റാർഡ് ഓയിലാണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ എനിക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇത് പെട്ടെന്ന് റെഡിയാക്കാം. വലിയ കുക്കിങ്ങും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ചാല്, ഫസ്റ്റ് നമ്മള് സവോള ഇങ്ങനൊരു പാത്രത്തിലോട്ടാക്കി, കുക്കുംബറാക്കി, ഇതെല്ലാം ഇടുന്നു, മിക്സ് ചെയ്യുന്നു, കടുക് താളിച്ചിരുന്നു. തൊള്ളോട്ട പരിപാടി, വലിയ ഡെക്കറേഷനും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ. അപ്പതാ ഇതെല്ലാം ഇട്ടു. അതിന്റെ കൂടെ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചതിട്ടു. ഞാനിത് ഒരു ഉരുളക്കിഴങ്ങ്, അളവും കാര്യങ്ങളും ഒക്കെ അവനവന്റെ എരിവും പുളിയൊക്കെ അനുസരിച്ച് തന്നെ ഇട്ടോണം. ഞാൻ അളവും കാര്യമൊന്നും പറയുന്നില്ല, അതൊക്കെ അവനവന്റെ ഇറ്റിക്കനുസരിച്ച് വെച്ചാൽ ഇട്ടാൽ മതി കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക. ഇത് സൈഡ് ഡിഷ് ആയിട്ട് വെക്കുന്ന, ചോറിൻ്റെ കൂടെ ഒക്കെ ആയിട്ട് കഴിക്കാം. ഞാൻ ചോറിൻ്റെ കൂടെ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ല. ഇതില് അവലൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കഴിച്ചു കേട്ടോ. അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ ഡിഷ് കാണിച്ചത്. നമുക്ക് അങ്ങനെ കോമൺ അല്ലാത്ത ഒരു ഐറ്റം അല്ലേ ഇത്. ഇത് കഴിച്ചവരും ഉണ്ടായിരിക്കും, കഴിക്കാത്തവരും ഉണ്ടായിരിക്കും. അപ്പം കഴിച്ചവരും കഴിക്കാത്തവരും ഒക്കെ കമന്റ് ചെയ്യുക. നമുക്കറിയാലോ എത്ര പേർക്ക് അറിയാന്നുള്ളത്. അപ്പൊ അവരിതിനെ ആലൂക്കോ പിക്കിളിനും അച്ചാറിനും ഒക്കെയാ പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഉരുളക്കിഴങ്ങിന്റെ സാലഡ് എന്നും വേണമെങ്കിൽ കുറച്ച് ഇതിൽ പറയാം. അപ്പൊ അതെ ഇത്രേ ഉള്ളൂ ഇതിന്റെ മിക്സിങ്. ഇതിലോട്ട് പാകത്തിന് കുറച്ച് ഉപ്പിടുന്നു. ഇതെല്ലാം അവനവന്റെ അളവനുസരിച്ച് ഇട്ടാൽ മതി. ഇതൊന്നും എനിക്ക് അളവില്ല. ഇത് മിക്സ് ചെയ്തു. ഇതിലോട്ട് കുറച്ച് നാരങ്ങ സ്ക്വീസ് ചെയ്ത് നാരങ്ങ നീരും വെച്ചു. പിന്നെ ഇതിന്റെ പരിപാടി ഇതില് ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതില് വേണ്ട ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, അത് ഞാൻ വിട്ടുപോയതാണ്. നമ്മുടെ വെള്ള എള്ളില്ലേ, വെള്ള എള്ള് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്തത്, അതാണ് ഇതിനകത്തുള്ള വേറൊരു ഇൻഗ്രീഡിയന്റ്. ഞാൻ മറന്നുപോയി, ഞാൻ അത് എടുക്കട്ടെ. അപ്പൊ വെള്ള എള്ള് ഞാൻ ഒന്ന് റോസ്റ്റ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന കേട്ടോ. അതും കൂടി ഇതിനകത്തോട്ട് ഇട്ടു. അതും കൂടി ഇട്ടു. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ വെള്ള എള്ളിന്റെ ആ പൊടി അങ്ങോട്ട് ചെല്ലുന്നുണ്ടല്ലോ, ഒരു സ്മെല്ല് വരും, നല്ല സ്മെല്ലാ. എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇന്നലെ ഉണ്ടാക്കി കഴിച്ചു കേട്ടോ. അപ്പോഴും ഞാൻ ഓർത്തെന്നാ ഇന്നൊന്ന് വീഡിയോ ആക്കി ഇടാം. ഇന്നലെ നൈറ്റ് ഇത് ഞാൻ ഡിന്നർ ആക്കി എടുത്തത്. ഇന്ന് ഇപ്പോഴും ഞാൻ ഇവിടെ ഡിന്നറിന് സെറ്റ് ആക്കി വെക്കുവാണ്. ഇത് ഇത്ര ഉള്ളൂ കേട്ടോ പരിപാടി. മിക്സിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പോ നമ്മൾ സാധാ കടുക് കൂട്ടിയില്ലേ, കടുക് ഉലുവ പൊട്ടിച്ച് അതിനകത്തോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം അവനവന്റെ ആവശ്യത്തിനും എരിവിനും പുഴുതും അനുസരിച്ച് ഇട്ടാൽ മതി. അപ്പൊ ഇത് ഞാൻ കടുക് താളിക്കാനുള്ള പരിപാടി ചെയ്യട്ടെ. അപ്പൊ ഞാന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി മൂപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കടുകും ഉലുവ ഇട്ടിട്ട് അത് ഇതിനകത്തോട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കുക. ഒഴിച്ചിട്ട് ആ പാത്രം അങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ഇതങ്ങോട്ട് മിക്സ് ചെയ്യുക. ഞാനിത് കാശ്മീരി ചില്ലി ആയതുകൊണ്ടാണ് കുറച്ച് ഏറെ എടുത്തത് കേട്ടോ. ഇഷ്ടമുള്ളവർക്ക് ആവശ്യത്തിന് എടുക്കാം, അതല്ല കുറച്ച് മതിയെങ്കിൽ അതനുസരിച്ച് എടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കാം. വേറെ വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ ആ പൊട്ടറ്റോ വേവിക്കുന്നതും ഈ കടുക് താളിക്കുന്നതും മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നമ്മൾ അടുപ്പ് യൂസ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം കട്ട് ചെയ്ത് മിക്സ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ എള്ള് ചൂടാക്കുന്നത്. അപ്പം ഇത്ര ഉള്ളൂ ആലൂക്കോ പിക്കിൾ. അതായത്
ഉരുളക്കിഴങ്ങ് സാലഡ്. അപ്പൊ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാട്ടോ. ഞാൻ തന്നെ നോക്കിയിട്ട് ഞാൻ തന്നെ പറയാം. അതിന്റെ ഭാഗത്തിന് കുറച്ച് ഉപ്പ് വേണം. അപ്പൊ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ക്രീര ക്രീര എന്ന സൗണ്ട് ഒക്കെ. അടിപൊളി. അപ്പം സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പൊ ഇത് ചോറിന്റെ കൂടെയോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഞാൻ കഴിച്ചത് അവലില്ലേ, അത് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് അത് ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ കഴിച്ചത്. അപ്പൊ അങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് കഴിച്ചു നോക്കാം. അപ്പോൾ എല്ലാവരും കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞാൽ അധികം സമയമൊന്നും എടുക്കുന്നില്ല, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് മാക്സിമം. അത്ര സമയത്ത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ.